കനത്ത ചൂടിനെ പോലും മറികടന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുകയാണ് കേരളം. ഇപ്പോഴത്തെ പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി അനിൽ ആന്റണി പതിവിന് വിപരീതമായി ഒറ്റയ്ക്ക് വോട്ട് ചെയ്യാൻ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയ വാർത്തകൾ പുറത്തുവരുന്നു. ഇതിനു മുൻപുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ തന്റെ പിതാവ് എ.കെ. ആന്റണിക്കൊപ്പവും മാതാവിനൊപ്പവുമാണ് വോട്ട് ചെയ്യാനൊക്കെ എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ താൻ മത്സരിക്കുന്ന പത്തനംതിട്ടയിലേക്ക് പോകേണ്ടതുള്ളതിനാൽ തന്നെ രാവിലെ ഒറ്റയ്ക്കാണ് വോട്ടിടാൻ എത്തിയതെന്നാണ് അനിൽ ആന്റണി വ്യക്തമാക്കുന്നത്. മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിയതിന് പിന്നാലെയാണോ രാവിലെ മണ്ഡലത്തിലേക്ക് പോകാൻ ഇറങ്ങിയത് എന്ന ചോദ്യത്തിന് തന്റെ വീട്ടിൽ രാഷ്ട്രീയമൊന്നും സംസാരിക്കാറില്ല എന്നായിരുന്നു അനിൽ മറുപടി നൽകിയത്. വൻ ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും അനിൽ വ്യക്തമാക്കി. അനിൽ ആന്റണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരളത്തിലെ പ്രത്യേകിച്ചും പത്തനംതിട്ടയിലെ എല്ലാ ജനങ്ങളുടെയും അനുഗ്രഹമുണ്ടെന്നാണ് വിശ്വാസം. തീർച്ചയായും നല്ലൊരു തിരഞ്ഞെടുപ്പ് ഫലം എൻ.ഡി.എ പ്രതീക്ഷിക്കുന്നു. രാജ്യം മുഴുവൻ ഒരു പ്രോ മോദി വൈവാണ്. അത് കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും പ്രതിഫലിക്കും. എൻ.ഡി.എ ചരിത്ര വിജയം നേടും. 50-55 ദിവസത്തെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ശേഷം ഞാൻ ഇന്നലെ വീട്ടിലെത്തിയിരുന്നു. വളരെ സന്തോഷകരമായി സംസാരിച്ചു. എനിക്ക് മണ്ഡലത്തിൽ പോകേണ്ടതിനാൽ ഞാൻ നേരത്തെ വന്നു. ബാക്കി എല്ലാവരും 10 മണി കഴിയുമ്പോൾ വന്ന് വോട്ട് ചെയ്യും. രാഷ്ട്രീയം വീട്ടിൽ ചർച്ച ചെയ്യാറില്ല. വ്യക്തിപരമായി ഏറെ ബഹുമാനവും സ്നേഹമുള്ള രണ്ടുപേർ മാതാപിതാക്കളാണ്. ഞാൻ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനിക്കാനൊക്കെ പലരും ശ്രമിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മണ്ഡലത്തിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വലിയ ജനവികാരമാണ്. ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. 4 ലക്ഷം വോട്ടുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അനിൽ ആന്റണി പത്തനംതിട്ടയിൽ തോൽക്കണമെന്നാണ് എ.കെ. ആന്റണി നേരത്തെ പറഞ്ഞിരുന്നത്. ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ അനിലിനെതിരെ പ്രചരണത്തിന് ഇറങ്ങുമെന്നും എ.കെ. ആന്റണി പറഞ്ഞിരുന്നു. എന്നാൽ മണ്ഡലത്തിൽ അദ്ദേഹം പ്രചരണത്തിനൊന്നും എത്തിയിരുന്നില്ല. അതേസമയം നിലാവ് കണ്ടു കുറയ്ക്കുന്ന പട്ടികളെ പോലെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെന്നായിരുന്നു അനിൽ പറഞ്ഞത്. ഇതൊക്കെ ഏറെ ചർച്ചാ വിഷയവുമായി മാറിയിരുന്നു. എ.കെ. ആന്റണിയെ കാണുമ്പോൾ തനിക്ക് സഹതാപം മാത്രമാണ് തോന്നുന്നതെന്നും അനിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം പഴയ പ്രതിരോധ മന്ത്രിയാണ്. പാകിസ്ഥാനെ വെള്ളപൂശാൻ ശ്രമിച്ച ഒരു എംപിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത്. ജൂൺ 4-ന് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്നും ഇത് കണ്ട് ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കാലഹരണപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ കുരച്ചുകൊണ്ടേയിരിക്കും എന്നായിരുന്നു അനിലിന്റെ വാക്കുകളും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ 4 മണിക്കൂറിൽ സംസ്ഥാനത്ത് 24% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. അവിടെ 26.03% രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കുറവ് പൊന്നാനിയിലാണുള്ളത്. 20.97% സംസ്ഥാനത്തെ മിക്ക ബൂത്തുകളിലും രാവിലെ 7 മുതൽ വോട്ടർമാരുടെ നീണ്ട നിര തന്നെ കാണപ്പെടുകയായിരുന്നു. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയെങ്കിലും ഇത് പിന്നീട് പരിഹരിച്ചു. സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും രാവിലെ തന്നെ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ, മന്ത്രിമാരായ ചിഞ്ചു റാണി എന്നിവരടക്കം ആദ്യ മണിക്കൂറിൽ തന്നെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തു. അതുപോലെ തന്നെ സിനിമ താരങ്ങളും വോട്ട് ചെയ്തിരിക്കുകയാണ്. രാവിലെ 6-ന് പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മോക്ക് പോൾ ആരംഭിച്ചു. 7-ഓടെ വോട്ടെടുപ്പ് തുടങ്ങി. 2,77,49,159 വോട്ടർമാരാണ് വിധി എഴുതുന്നത്. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളുണ്ട്. വൈകിട്ട് 6 മണിവരെയാണ് വോട്ടിംഗ് തുടരുക. സംസ്ഥാനത്ത് ഇന്ന് പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വോട്ടെടുപ്പിന് 66,303 സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. 30,238 വോട്ടിംഗ് യന്ത്രങ്ങൾ, 30,238 ബാലറ്റ് യൂണിറ്റുകൾ, 30,238 കൺട്രോൾ യൂണിറ്റ്, 32,698 വി.വി പാറ്റുകളാണ് വോട്ടെടുപ്പിനായി ക്രമീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.